അപ്പോൾ കടലക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് കടലയാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും നമുക്ക് കടല വെള്ളത്തിലിട്ട് കുതിർക്കണം. ഇനി നമ്മുടെ കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കടലയിലേക്ക് ഒരു 1/2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് കടലക്കറിയുടെ ഇടയ്ക്ക് തേങ്ങ കഴിക്കാൻ ഇഷ്ടമാണ്, അത് കാരണമാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കടല മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. മീഡിയം ഫ്ലെയിമിലൊരു 4-5 വിസിൽ മതിയാകും. ഇതാ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടല വേവണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സി ബൗൾ എടുക്കുക. നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 3-4 അല്ലി വെളുത്തുള്ളി, 8-10 കുരുമുളക്, അവസാനമായിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, ഫെന്നൽ സീഡ്സ്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്താലും മതി. അപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കുരുമുളക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുവാണ്. അപ്പം അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ ചതച്ച് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു മൂത്ത സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കണത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് ഗോൾഡൻ കളറാകണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കുക. ഇപ്പം എന്താ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ നന്നായിട്ട് സിമ്മിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റണം. അപ്പം എന്താ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പച്ചമുളക് നെടുവേ കീറിയത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. ഞാനിപ്പോൾ നമ്മുടെ കടല വേവിച്ച വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ടാകും. തുറന്നു നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മൾ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കടല എടുത്ത് ഒരു മിക്സി ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി ഒന്നും വേണ്ട, 2 ടേബിൾ സ്പൂണോളം മതിയാകും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ കടല അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് തിളച്ചൊന്ന് കുറുകി വരണം. അപ്പോഴാണ് നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ടിരുന്ന് തിളക്കട്ടെ. അപ്പോൾ എന്താ നമ്മുടെ കടലക്കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയും മതിയാകും. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടണം. അത് ചെയ്യാം. അപ്പം എന്താ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് 2-3 എണ്ണം മതി. കുറച്ച് കറിവേപ്പില. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള തേങ്ങ അരയ്ക്കാത്ത കടലക്കറി. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.